ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് 56 വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേണ്ടി നമ്മൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യില്ല. നമുക്ക് അന്നൊരു കമൻറ്റ് പ്രകാരമാണ് നമ്മൾ വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക. ഇതിന് വേണ്ടി നമ്മൾ ചെറിയ പിക്ചേഴ്സും കമൻസൊക്കെ നമ്മൾ ഇരുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബുക്കിൻ്റെ പേര് സ്കൂൾ സിനിമ എന്നാണ്. നിങ്ങൾക്ക് ബുക്ക് ഇല്ലാന്നോട്ട് നിങ്ങൾ ചെയ്യാതെ ഇരിക്കേണ്ടത്. ഞങ്ങൾ വെറും കുറച്ചെണ്ണം മാത്രമേ ഈ ബുക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏത് ബുക്ക് വാങ്ങിച്ചാലും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇതിനുവേണ്ടി നമ്മൾ A4 ഷീറ്റിനെ 4 മടക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് A4 ഷീറ്റ് 14 A4 ഷീറ്റ് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇത്രയും റെഡി. നമ്മൾ ഇതിന്ന് കുറച്ച് പേപ്പേഴ്സ് മാത്രം എടുത്ത് ഇതുപോലെ കാപ്പിപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചെണ്ണം മാത്രമേ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അതിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കളറൊന്ന് ഡിമ്മായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് മാത്രം ഇങ്ങനെ മുക്കി കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില പേപ്പേഴ്സിൽ. നമ്മുടെ ഇത്ര സെറ്റായിട്ടോ. നമ്മളിങ്ങനെ ചെയ്തെടുത്തതല്ല നമ്മൾ ഫാൻ്റെ ചോട്ടിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കളറിൽ ഇതുപോലെ കുറച്ചെണ്ണം ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഭയങ്കര മഴയായിരുന്നു പുറത്ത്. പിന്നെ നമ്മൾ നേരത്തെ ബ്ലാങ്ക് ആക്കി വെച്ച പേപ്പേഴ്സിലേക്ക് കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഡിസൈൻസ് ഒന്നും പെയിൻറ്റ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. നമ്മൾ ഈ ഇതൊന്നും പെയിൻ്റ് ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫുഡ് കളറും ആ കാപ്പിപ്പൊടീൻ്റെ ആ ഒരു വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻസ് ഫുള്ള് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വെറും 7.5 മിനിറ്റും കൊണ്ട് കാണുന്നത്. ഞങ്ങൾ 3 ദിവസം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. മിനിഞ്ഞാന്ന് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ മടി കാരണമാണ് ഞാൻ ഇത്രയും ദിവസം ലേറ്റായിട്ട് ഇത് ഇടുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ഫാൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയത്. നിങ്ങൾക്ക് ആണെങ്കിൽ വെയിലുണ്ടെങ്കിൽ അവിടെ വെച്ച് ഉണക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ മഴയായത് തന്നെയാണ് നമ്മൾ ഫാൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയത്. അതുപോലെ അടുപ്പ് ചൂട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതൊക്കെ ഉണക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത ഡിസൈൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന ചില ഡിസൈൻസൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഞാനും ചേച്ചിയും കൂടി ഇടട്ടെ ഇതിൽ ഫുള്ള് ഡിസൈൻസ് ഫുള്ള് ചെയ്തത്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച പേപ്പേഴ്സൊക്കെ ഉണങ്ങുന്നുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ ആ 2 കളേഴ്സും മുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതുപോലെ നമ്മൾ വൈറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ വൈറ്റ് ഷീറ്റിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഡിസൈൻസ് ചെയ്യുന്നുള്ളൂ. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിലും കൂടി ഡിസൈൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പോൾ നമുക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് എന്നെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സെൻറ്റൻസൊക്കെ കണ്ടോ, റെസ്പെക്റ്റ്ഫുൾ, സക്സസ്ഫുൾ, അതൊക്കെ ഞാൻ ആ ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പത്തിരുന്ന് ചേച്ചിയാണെങ്കിൽ അതിൻ്റെ ആ ക്രാഫ്റ്റ് വർക്കൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കത്തിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത്. പിന്നെ നമ്മൾ അടുത്തതിന് വേണ്ടി ഇതുപോലെ നമ്മൾ കുറച്ച് വൈറ്റ്നർ യൂസ് ചെയ്ത് ചില ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ആ ബുക്കിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ സ്കൂൾ സിനിമ പറഞ്ഞിട്ടുള്ള ബുക്കിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ട് വർക്കാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. പിന്നെ നമ്മൾ ഇതുപോലെ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. 56 എണ്ണം പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ എത്ര ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഇതിൻ്റെ ഇടയിൽ വീണ്ടും കയറി വന്നു കേട്ടോ. അത് ഞാൻ എഡിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. സോറി കേട്ടോ ഗൈസ്, ഞാൻ അറിയാണ്ട് എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് വീണ്ടും കയറി വന്നത്. വേണം വെച്ച് ചെയ്തതൊന്നുമല്ല, അറിയാതെ കയറി വന്നതാണ് കേട്ടോ. ഞാൻ അപ്പോഴും ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു 5 or 6 വാൾ പോസ്റ്റേഴ്സ് ചോദിച്ച സ്ഥിതിക്ക് ഉണ്ടാക്കിയാൽ മതിയെന്ന്. പക്ഷേ ചേച്ചിക്കായിരുന്നു കേട്ടോ ഗൈസ് ഈ 56 എണ്ണം ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധം. അതും പറഞ്ഞിട്ടാണ് ചേച്ചി എന്നെ ഇതുപോലെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം എന്ത് സാധനം ഉണ്ടാക്കണം ഇത്രയധികം സഹായിച്ചിട്ടില്ല കേട്ടോ. പുറത്ത് നല്ല മഴയായത് കാരണം നല്ല വൈബായിരുന്നു കേട്ടോ ഗൈസ്. ഉള്ളിലിരുന്ന് ആ ഒരു ശബ്ദമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ആ ഒരു അനുഭവം അനുഭവിച്ച സെറ്റ് വൈബാണ് കേട്ടോ ഗൈസ് അത്. ഇതിൻ്റെ ഇടയിൽ വീണ്ടും ആ വീഡിയോ കയറിയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റിയ തെറ്റി വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ നമ്മുടെ ഷോർട്സിലൊക്കെ വോയിസ് ഓവർ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഇതുപോലെ വലിയ നമ്മൾ ഈ വീഡിയോസ് ഇടില്ലേ, ആ വീഡിയോസിൻ്റെ വോയിസ് ഓവർ മാത്രമാണ് ഞാനിങ്ങനെ വേറൊരു ആപ്പിൽ നിന്ന് ചെയ്യാറുള്ളൂ. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഈ വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയം പോകാണ്ട് ഞാൻ അതും ഇതൊക്കെ പറയുകയാണ്. കാരണം ഇത് 7 മിനിറ്റാണ് ഇതുള്ളത്. അതുവരെ ഞാൻ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നത് എനിക്ക് പോലും ഒരു എത്തുമ്പടിയില്ല കേട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഉള്ളൊരു ബുക്കിൻ്റെ കാര്യം. അത് 7th പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയുള്ള ബുക്കാണ് കേട്ടോ. ഞാനിപ്പോൾ 8th എത്തി. 7th പഠിച്ച ബുക്ക് 8th എത്തുമ്പോഴേക്കും ഞാനിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്നത് കാരണം വീണ്ടും എനിക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനങ്ങൾ വീണ്ടും കയറി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ.
ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ഞാനിങ്ങനെ പറച്ചിലൊന്നും എത്തും. ആ സമയം കൊണ്ട് നമ്മുടെ ഇതിവിടെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉണങ്ങി വന്നത് ഫുള്ള് നമുക്ക് ഇതുപോലെ പൊടിയൊന്ന് തട്ടിക്കളയും. പൊടി തട്ടുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പറിൽ ഉണക്കിയതൊക്കെ എടുത്ത് വെച്ചില്ലേ, എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ A4 ഷീറ്റാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ചുക്കി ചുളുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇസ്തിരി പെട്ടി വെച്ചതെന്ന് തേച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്ത ഡിസൈൻസ് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് അപ്പോൾ ഏതാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൽ മിക്കതും നമ്മൾ ആ ഒരു കാപ്പിപ്പൊടിയും ഫുഡ് കളറൊക്കെ യൂസ് ചെയ്തതാണ്. വേറെ ഒന്നും യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ല. ഈ ടെഡി ബിയറൊക്കെ ചെയ്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളതിൻ്റെ സൈഡൊക്കെ കത്തിച്ച് നമ്മളിത് വെറും സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തതാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ ഈ റെഡ് ഇത് എന്താണെന്ന് മനസ്സിലായാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് മനസ്സിലായാലെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം, കാരണം ഞങ്ങളാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യും കേട്ടോ. ആർക്കാണ് ആ കറക്റ്റ് ഉത്തരം കിട്ടുന്നത് ഞാൻ നോക്കട്ടെ. മിക്കവർക്കും അത് അറിയുന്നതായിരിക്കും. എങ്കിലും നമ്മുടെ 56 ഉണ്ടാക്കിയെങ്കിലും ഉണ്ടല്ലോ ഗൈസ്. നമ്മൾ ഒട്ടിച്ച് വന്നപ്പോൾ 55 ഒട്ടിച്ചുള്ളൂ. കാരണം ഇതിൽ ഒന്നും ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ഏതാണെന്ന് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമ്മൾ കൂടുതലും തോട്ട്സ് എഴുതിയിട്ടും പിക്ചർ വരച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ വാൾ പോസ്റ്റേഴ്സ് കൂടുതൽ സെറ്റിക്ക് വൈറ്റിലുള്ളതൊക്കെ നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബുക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്നത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ പ്ലെയിനായിട്ട് ഫുഡ് കളർ യൂസ് ചെയ്തത് ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടി തോട്ട്സിൻ്റെ അടിയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഇതുപോലെ നമ്മൾ ചിലതൊക്കെ ഒന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഗൈസ്. ഞങ്ങൾ ഗൂഗിളിലൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് ചിലതൊക്കെ ചെയ്യുന്നത്. പിന്നെ ചിലതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കണ്ടു, ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് ഗൈസ്. മൂടിയിൽ കുറച്ച് പെയിൻ്റ് ആക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ബ്രഷ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക് യൂസ് ചെയ്തതാണ്. അങ്ങനെ ചില നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്കതും ചെയ്തിട്ടുള്ളത്. ഇത് ആ ബുക്കിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ആർട്ട് വർക്ക്. അപ്പോൾ ഇത് ഒട്ടിച്ചും കൂടി ഒരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിക്കുമ്പോൾ കറണ്ട് പോയിരിക്കണം. അതിന് ഒട്ടിച്ചത് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എങ്ങനെ